നമ്മൾ അമ്മയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് നേരിട്ട് കാണാൻ കഴിയുന്നത്. അമ്മ ജനറൽ ബോഡി കഴിഞ്ഞ ആ തിക്കും തിരക്കും ഒക്കെയാണ്. മോഹൻലാലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് അവിടേക്ക് ശ്വേതാ മേനോൻ പുറത്തേക്ക് വരുന്നു. അവരുടെ പ്രതികരണം നമുക്ക് ഇപ്പോൾ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ നവമി അതിനായി ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ശ്വേതാ മേനോൻ്റെ പ്രതികരണത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും രാജിവെച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. അമ്മ ഭരണസമിതി രാജിവെച്ചു. ഇനി തുടർ നീക്കങ്ങൾ എന്ത് എന്ന ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ്. എല്ലാ അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു. കടുത്ത തർക്കം അമ്മ ഭരണസമിതിയിൽ ഉണ്ടായി എന്നതാണ് അവിടെ നിന്ന് വ്യക്തമാകുന്നത്. അതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ശ്വേതാ മേനോന് രാജി പ്രഖ്യാപിക്കേണ്ടി വന്നത്. ആദ്യഘട്ടത്തിൽ അവരെ അനുനയിപ്പിക്കാനൊക്കെ ചിലർ ശ്രമിച്ചെങ്കിലും ഞാൻ പേഴ്സണലി ശ്വേതാ മേനോൻ എന്ന അമ്മ എന്ന ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയില് ഒരു ട്രഷറർ ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st of May. 1-ാം തീയതി നമ്മളുടെ അമ്മ സംഘടനയുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പുറത്താക്കിയപ്പെട്ടപ്പോ ലേബറിലും പോലീസിലും കംപ്ലൈന്റ് ചെയ്തപ്പോ ഒരു മെയിലും കൊടുക്കാതെ ഒരു അറിവുമില്ലാതെ കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടുള്ള നമ്മൾ വന്നേല കമ്മിറ്റീന്റെ എല്ലാ കണക്ക് കറക്റ്റാണ്. അതിന്റെ മുമ്പേ ബാബുരാജ് ചെയ്ത കമ്മിറ്റീന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അംഗത്വം രാജിവെച്ചു അല്ലേ? ശ്വേത അമ്മയിൽ നിന്ന് ആകെ ഒഴിഞ്ഞു. ശ്വേത ഒറ്റക്കാര്യം, ശ്വേത ആരാണ് അമ്മ സംഘടനയെ ഇതുപോലെ പിടിച്ചടക്കാൻ ശ്രമിച്ചത്? ആരോപിതരായ എല്ലാ ആൾക്കാരും സംഘടനയെ പിടിച്ചടക്കാനായിരുന്നു ശ്രമം. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? അതിന്റെ ഒരു കെണിയായി തന്നെയാണ് കുറെ ഇവിടെ. വനിതാ നേതൃത്വത്തെ ആകെ അവിശ്വാസത്തിലാണോ? അല്ല, വനിതാ നേതൃത്വത്തെ ഇതില് വനിതയല്ല, ഇതില് പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. ആരാണ് ശ്വേത? പേരെടുത്ത് സംസാരിക്കാമോ? ആരാണ്? മനു, അമ്മ അംഗത്വം കൂടി രാജിവെച്ചിരിക്കുകയാണ് ശ്വേതാ മേനോൻ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അമ്മ അംഗത്വം ശ്വേത രാജിവെച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്നാലും തനിക്ക് പറയാനുള്ളത് ഇതുവരെ ശ്വേതാ മേനോൻ പറയുന്നത് സംഘടനയിൽ തനിക്ക് വ്യക്തിത്വമുണ്ട്, അതുകൊണ്ട് തന്നെ പാവമായിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിരിക്കുകയാണ് എന്നുകൂടിയാണ്. ഇത് ഭരിക്കാൻ കഴിയില്ല എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. പക്ഷെ ആരുടെ പാവ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ബാബുരാജിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ബാബുരാജിൻ്റെ കണക്കുകൾ ശരിയല്ല എന്ന തരത്തിലൊക്കെ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നവമി അവിടെ ആളുകളുടെ പ്രതികരണം എടുക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. ഞാൻ നവമിക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂടി എടുക്കാം. പക്ഷേ നമുക്കതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് ഇങ്ങനെയാണ്. അമ്മയിൽ നിന്നുള്ള തൻ്റെ പ്രാഥമിക അംഗത്വം പോലും ശ്വേതാ മേനോൻ രാജിവെക്കുകയാണ്. ഇനി അമ്മയ്ക്കൊപ്പമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മറ്റ് ആളുകളുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നതറിയാൻ എല്ലാവരും ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ്. ഇതുപോലെ ജനറൽ സെക്രട്ടറിയുടെയും നിലപാട് ഇതുതന്നെയാണോ, അതോ മറ്റ് അംഗങ്ങൾ, ഈ ഭരണസമിതിയിലുണ്ടായിരുന്ന മറ്റ് അംഗങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. ശ്വേതാ മേനോൻ ഒരു കാര്യം പറയുന്നു, ട്രഷറർ
സ്ഥലം വിട്ടു ഓടിപ്പോയി എന്ന ഒരു പ്രതികരണമാണ് നടത്തുന്നത്. ഇതിന് മുന്നുള്ള ചില കാര്യങ്ങളിലെ ചില കണക്കുകളിലെ പിഴവ് തനിക്ക് കണ്ടെത്തിയിട്ടുണ്ട്. താനിപ്പോൾ അമ്മയുടെ അംഗമല്ലാത്തത് കൊണ്ട് ഇനി അതൊന്നും പറയാനൊരു തടസ്സവുമില്ല എന്നുള്ള. അപ്പോൾ വരും ദിവസങ്ങളിലും നിർണായകമായ വെളിപ്പെടുത്തലുകൾ ശ്വേതാ മേനോൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് വലിയ തോതിൽ ഉള്ള രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ കൾച്ചറൽ രംഗത്തുണ്ടാക്കുന്ന വലിയ മാറ്റങ്ങൾക്ക്, സാംസ്കാരിക രംഗത്തുണ്ടാക്കുന്ന വലിയ പൊട്ടിത്തെറികൾക്ക് അത് വഴിവെക്കും എന്ന് കാര്യത്തിൽ തർക്കമില്ല. യെസ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.